ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം, അതുപോലെ തന്നെ ആനകൾ കഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടൂരാണ്, തിരുവനന്തപുരം ജില്ലയിലെ. അപ്പോൾ ക്യൂപിഡ്സ് ഓൺ വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നല്ല മഴക്കാറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കാറിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇപ്പം നല്ല വെയിലുണ്ട്. ട്രിവാൻഡ്രം സിറ്റിക്കകത്തുനിന്ന് ഏകദേശം ഒരു 46 കിലോമീറ്റർ ഉണ്ട് ഈ കോട്ടൂരിലേക്ക്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ അവിടെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ റോഡൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മുടെ കൂടെ 2 പേരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തിത്ര ലേറ്റ് ആയത്? ഇമ്മു ആണ് ലേറ്റ് ആയത്. ഇമ്മു പിന്നെ നേരത്തെ എണീറ്റില്ല, ഇമ്മു ആണ് ലേറ്റ് ആയത്. അപ്പൊ നമ്മൾ പറഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ വിളപ്പിശാല പേയാട് വിളപ്പിശാല ആ റൂട്ട് വഴിയാണ് നമ്മളവിടെ നമ്മുടെ കോട്ടൂരിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കണ്ടു പോകാം. നമ്മളിപ്പോൾ വിളപ്പിശാല നിൽക്കുകയാണ്. ഇവിടെ വേറെ ഒന്നും കൊണ്ടല്ല ചവിട്ടിയത്, ഇവിടെ വരുന്ന വഴിയാണ് ഞാൻ പണ്ട് പഠിച്ചിരുന്ന സ്കൂള് വരുന്നത്, GSN മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പം പക്ഷെ അത് ഫുള്ള് അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. കംപ്ലീറ്റ് കാടൊക്കെ പിടിച്ച് കിടക്കുന്നു, ഫുള്ളും അടഞ്ഞു കിടക്കുകയാണല്ലേ. അപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ പഠിച്ചിരുന്ന സ്കൂളാണ്. ഇപ്പൊ പക്ഷേ ഇവിടെ ആരും ഇല്ല, അടഞ്ഞു കിടക്കുന്നു. ഇവിടെ സ്കൂൾ ക്ലോസ് ചെയ്തടി, ഏതാണ്ട് ഒരു 4-5 വർഷമായി സ്കൂൾ കംപ്ലീറ്റ് പൂട്ടി. GSN മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ 4-5 വർഷമായി. അവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് പൂട്ടിയെന്ന് അറിഞ്ഞുകൂടാകും. എന്തോ ഇപ്പൊ ഞാൻ ഒരു ചേച്ചിയിരുന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി അത് തന്നെ പറഞ്ഞു. ചേച്ചിയുടെ പിള്ളേരും അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്കൂളൊക്കെ നല്ല സ്കൂളായിരുന്നു, എന്തോ മാറ്റിയെന്ന് അറിഞ്ഞുകൂടായിരുന്നു. കേട്ടപ്പം ഭയങ്കര വിഷമമാണ്. നമ്മൾ പഠിച്ചിരുന്ന ഒരു സ്കൂളല്ലേ, കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കണം അത്രയും. അല്ലല്ല, അന്ന് ഇതേപോലെ തന്നെ കിടന്നു. നമ്മൾ ഒരു വർഷം, ഇത് 4-5 വർഷമായി ഇതിപ്പോ ക്ലോസ് ചെയ്തിട്ട്. അന്ന് വന്നപ്പോഴും കാട് മൂടി തന്നെ കിടന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് കാട് മൂടി കിടക്കുന്ന വെക്കേഷൻ ടൈം ആയതുകൊണ്ട് വൃത്തിയാക്കാത്തായിരിക്കും. ഇതിന് താഴെ തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയം ഒക്കെ പണിയണതിന് മുമ്പ് ഇങ്ങനെ പൊളിഞ്ഞു വീണിട്ടുണ്ട്. പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവര് മറ്റേ കോൺക്രീറ്റ് വാർത്തിട്ടുമല്ലോ, വാർത്തിട്ടപ്പം പിറ്റേ ദിവസം പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ ഓഡിറ്റോറിയം പൊളിഞ്ഞു വീണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കണ്ടപ്പോ ഒരു രസം, അത്രേ ഉള്ളൂ. പൊളിഞ്ഞു വീണല്ല, സ്കൂള് കണ്ടപ്പോ ഒരു രസം. അപ്പൊ ഇനി നമുക്ക് നേരെ കോട്ടൂരെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ എൻട്രൻസ് പ്ലാസയിൽ കയറിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഒരാൾക്ക് വന്നിട്ട് 60 രൂപയാണ് റേറ്റ് വരുന്നത്. കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ 5 വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ 45 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റിൽ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 55 രൂപയും നമ്മുടെ വീഡിയോ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 400 രൂപയാണ്. നമ്മൾ 55 രൂപയുടെ സ്റ്റിൽ ക്യാമറയുടെ റേറ്റാണ് കേട്ടോ, ഗോപ്രോ ആണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്യാമറ എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ ക്യാമറ എന്ന് ഉദ്ദേശിക്കുന്നവർ വലിയ DSLR ആയിരിക്കും. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ 400 രൂപയാണ്. അപ്പോൾ 400 രൂപ കൊടുത്ത് അകത്ത് പോയി വിഷ്വൽ എടുക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇത് എടുത്തുന്നേ ഉള്ളൂ.
നമ്മൾ ഈ എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ ഈക്കോ ഷോപ്പ് വരുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. നമുക്ക് പോയിട്ട് വന്നിട്ട് ഇവിടെ കയറി നോക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് നമുക്ക് കൗണ്ടറിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ കയറ്റം കയറി നടന്ന് ഉള്ളിലോട്ട് പോകാം. നമ്മൾ വന്നപ്പോൾ തന്നെ ആദ്യം കണ്ട ആനയാണ്. കുഞ്ഞാനയാണെന്ന് തോന്നുന്നില്ലേ? കെട്ടഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. കുറുമ്പനാണോ കുറുമ്പിയാണോ അതറിയാൻ വയ്യ അല്ലേ? അയ്യോ, നല്ല രസമുണ്ടല്ലേ. അത് അഴിക്കാൻ നോക്കണുണ്ട് കേട്ടോ. ദേഷ്യമല്ല, അത് മറ്റേ കുഞ്ഞായതുകൊണ്ടേ കൾ ടൈപ്പാണ്. ഇമ്മു കണ്ട ബേബി എലിഫന്റ്. അതിന്റെ അമ്മ അറിഞ്ഞൂടാ, കണ്ടില്ല. അവിടെ എവിടെയോ ഉണ്ട്. ഇപ്പൊ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഉള്ളിൽ ഏകദേശം 18 ആനകളോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പണി അത്രയും പൂർത്തിയായി കഴിഞ്ഞാൽ ഏകദേശം 70ഓളം ആനകളെ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ. കണ്ടു എടുത്തറിയുന്ന സ്വഭാവം ഉണ്ട് ചില സമയത്ത്. അതാണ് അവിടെ നിങ്ങൾ പോകുമ്പോ വഴിയിൽ കാണാം. ഓ, മടൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് കുറുമ്പനാണ്. കുറുമ്പൻ ഈ വഴിയാണ്, അകത്തോട്ടാണ്. ഇത് വേറെ ആന. ഇത് വേറെ ആന. കണ്ട കണ്ട ആന ഒന്ന് കളിക്കുന്നുണ്ടോ? എന്തോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ കിട്ടണില്ല. ആള് കമ്പെടുത്തെറിയെന്നൊക്കെയാണ് അവിടെ നിന്ന് ചേച്ചി പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കണ്ട, വെറുതെ ആനയുടെ കമ്പനി എറിയാമെങ്കിൽ എന്തിനാണ്. ഇത് 3ാമത്തെ ആള്. ഇത് പിടിയാനാണ് എന്നു കണ്ട. എറിയാനല്ല, അത് കഴിക്കാൻ എടുക്കാം. അല്ലല്ല, അത് കഴിക്കാൻ എടുക്കുക. കഴിക്കാൻ വേണ്ടി എടുക്കുക കേട്ടോ. നമ്മള് കമ്പെടുത്തപ്പോ തെറ്റിദ്ധരിച്ച് എറിയാനാണോ തിന്നാനാണോ എന്ന് അറിഞ്ഞൂടല്ലോ. ഇത് കോട്ടൂരാണെന്ന് പറഞ്ഞിരുന്നാലും സ്ഥലത്തിന്റെ എക്സാക്ട് നെയിം വരുന്നത് കാപ്പുകാടാണ്. കോട്ടൂരിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടാണ്. അടുത്തത് റാണ എന്ന് പറഞ്ഞ ആനയാണ്. ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് കൊണ്ടുവന്ന ആനയാണ്. ഇതിനെ കൊണ്ടുവരുമ്പോൾ ഏകദേശം 1 വയസ്സാണ്. ഏകദേശം 1 വയസ്സായിരുന്നു 2013. അപ്പോൾ 12 വയസ്സ്. ശരിയാണല്ലോ, അതോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. റാണ ഏജ് 12. ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ആന അല്ലേ? കുഞ്ഞാനയാണ് കേട്ടോ. 12 വയസ്സെന്ന് പറയുമ്പോ ആനയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഏജാണ്. ഇന്നും ആന ഡാൻസ് കളിക്കുന്നുണ്ടോ? എങ്ങനെ ഡാൻസ് കളിക്കുന്ന ആന? എങ്ങനെ കളിക്കുന്ന കാണിക്കുക? എലിഫന്റ് സല്യൂട്ട് വരെയാണ് ഒന്നും. ഓക്കെ, എലിഫന്റ് വേണ്ട, ഒന്നും വേണ്ട. ഇതിനകത്ത് മെയിൻ പ്രശ്നം ഇതാണ്, ഫുള്ള് പ്ലാസ്റ്റിക്. ഇത് പുറത്തുനിന്ന് കൊണ്ട് വന്നിടുന്നതാണോ അതോ അകത്തുള്ളവർ പിടിച്ചിട്ടിടുന്നതാണോ എന്തിനാണോ എന്തോ അല്ലെ, വെറുതെ ഈ പ്ലാസ്റ്റിക് അകത്ത് കൊണ്ടിടുന്ന. ബാക്കി എല്ലാ സ്ഥലവും നല്ല ക്ലീൻ ആയിട്ട് ഇട്ടിട്ട് അകത്ത് ഈ കാണുന്ന സ്ഥലത്തെല്ലാം പ്ലാസ്റ്റിക് കൊണ്ടിട്ടേക്കും. ഇതിനകത്ത് എന്തോ കെട്ടിയിട്ടിട്ടുണ്ട്, ആനക്കൂട് എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ടാണോ? അവിടെ കുട്ടിയാനുണ്ടോ? വേൾഡിലെ തന്നെ ഏറ്റവും വലിയ റീഹാബിലേഷൻ സെന്റർ ആണെന്നാണ് ഇത് പറയപ്പെടുന്നത്. വേൾഡിലെന്ന് പറയുമ്പോൾ എന്തുമാത്രം വലുപ്പം കാണും അല്ലേ. മറ്റേ അംബാനിയുടെ ഒരു വനധാര എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ?
അത് പക്ഷെ എല്ലാ മൃഗങ്ങളും കൂടെ ഉള്ളതാണ്. അത് മറ്റേ 5 സ്റ്റാർ ഹോട്ടലാണ്, എല്ലാ മൃഗങ്ങൾക്കും ഉള്ളത്. ഇത് ആന മാത്രമേ ഉള്ളൂ. ടോട്ടൽ 3 ആനല്ലേ? ഈ പോയില്ലേ വണ്ടിയുടെ സർവീസ്, അത് അവിടെ നിന്ന് എക്സ്ട്രാ? ഇത് പിന്നെ ഇവിടെ ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയ, ആ സെറ്റിൽമെന്റിലേക്ക് ഇന്ന് അവിടെ എന്തോ പാല് എന്തോ ആണ്. ഓ, അങ്ങനെ പോകുന്ന വണ്ടിയാണല്ലേ? വിചാരിച്ച അകത്തിന് ഇപ്പൊ വേറെ എല്ലാ സർവീസ് അങ്ങനെ വരും ഇവിടെ. ഉടനെ ഉണ്ടാവൂല. ഇത് എന്നാണ് ഉദ്ഘാടനം? കൊണ്ടുവന്നിട്ട് അത് ഓപ്പൺ ചെയ്യും. ഇതെന്നാണ് ഉദ്ഘാടനം? അതൊക്കെ കഴിഞ്ഞായിരുന്നോ? ഓ, ഏകദേശം ഇനിയിപ്പം മ്യൂസിയം ചിൽഡ്രൻസ് പാർക്ക് കോമ്പൗണ്ട് തിരിച്ചിട്ടേക്കുന്നതേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞിട്ട് മ്യൂസിയം അതും കൂടെ ഒരുമിച്ച് അതും കൂടെ ഉള്ള ഉദ്ഘാടനമേ ഉള്ളൂ. ഈ 3 ആനക്കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ആരണ്യ, മായ, പൂർണ്ണ. 4, 7, 8 വയസ്സുള്ള ആനക്കുട്ടികളാണ്. ബാക്കി എല്ലാം അങ്ങോട്ടാണ്, താഴെ. എല്ലാം പിടിയാനാണല്ലേ? ഇവിടെ നിൽക്കുന്ന എല്ലാം പിടിയാണ്. ഇവിടുത്തെ പ്രായം കൂടിയ കൊമ്പനാനയാണ്. അതിന്റെ കൊമ്പ് നോക്കാം, മുറിച്ച് വെച്ചിരിക്കുന്ന ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. അത്യാവശ്യം നല്ല പ്രായമുണ്ട് കേട്ടോ അതിന്. ഇവിടെ ബോർഡൊന്നും വെച്ചിട്ടില്ലല്ലേ? ഇത് വേറൊരാന. ഈ 2 പേരുമാണ് അടുപ്പിച്ചിട്ടുള്ളത്. ഹായ് കണ്ട, ഹായ് പറഞ്ഞണ്ട. നമ്മൾ പോണേ, ബൈ ബൈ. അതിനകത്ത് വെള്ളമാണെന്ന് തോന്നുന്നത്. അപ്പുറം ഫെൻസിങ് ഒന്നുമല്ല, അല്ലാതെ വെറുതെ ഇട്ടിരിക്കുന്നു. ഓ, ഇനി അടുത്ത സ്ഥലത്തോട്ട്, അടുത്ത ലൊക്കേഷൻ ഷിഫ്റ്റ്. ഇവിടെ ഈ കാണുന്ന നമ്മുടെ ഈ മറ്റേ വരില്ലേ, മറ്റേ പാപ്പാന്മാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ മറ്റേ ഇതാണ്, എന്തുവാണ് പാപ്പാന്മാരുടെ പരേഡ്. അവരെന്ത് യുദ്ധത്തിന് പോകണം, അവരുടെ റൂംസ് അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇതെന്തിനാണ് കെട്ടിയിട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഫ്യൂച്ചറിൽ വേറെന്തെങ്കിലും വരുമായിരിക്കും കേട്ടോ. ഫുഡ് വണ്ടി. തളർന്നല്ലേ? ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ പക്ഷേ ഫുഡ് കാണും. രാവിലെ കഴിച്ച 2 മുട്ട തേച്ച്. അല്ല, മണി ഇപ്പം 1:30 എന്തോ കഴിഞ്ഞു. 1:30 ആണോ? സമയം ഇപ്പൊ 2 മണിയായി. അപ്പൊ എന്തായാലും ഓട്ടോമാറ്റിക്കലി വിശക്കുമല്ലോ നമുക്ക്. നമ്മൾ ക്യാൻറ്റീൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ക്യാൻറ്റീൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ നല്ല പൊരിച്ച മീനിൻ്റെ മണമുണ്ട്. പക്ഷേ കാര്യമില്ല, നമ്മളിങ്ങോട്ട് കയറിയപ്പോൾ തന്നെ അവിടെ നിന്ന് വന്ന ആൾക്കാരെല്ലാം നമ്മളടുത്ത് പറയുന്നുണ്ട് ഊണ് തീർന്നു, അങ്ങോട്ട് പോകണ്ടാന്ന്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വെള്ളം എന്തെങ്കിലും വാങ്ങിച്ച് കുടിച്ചിട്ട് ബോട്ടിങ്ങിന് പോകാമോ? ബോട്ടിങ് പറ്റും. ഇപ്പം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. നന്നായിട്ടല്ല, മഴ ചാറി തുടങ്ങി. നമ്മൾ ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അല്ല, ഊണല്ല, വെള്ളം ആയിട്ടല്ല, കമ്പനി ഐറ്റം മാത്രമേ ഉള്ളൂ. എന്താണ്? ഐസ്ക്രീമോ? ഒരു മിനറൽ വാട്ടറും ഒരു 3 ഐസ്ക്രീമും തരുമോ? ഏത് ഐസ്ക്രീം? മാംഗോ കോൺ എത്ര ചേച്ചി? ഏതാണ്? പിന്നെ ചോക്ലേറ്റ് കോൺ ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, സ്ട്രോബെറി കോൺ ഉണ്ട്. മാംഗോ ബാറുണ്ടോ? ഈ പച്ച എന്താണ്? ഗ്രീൻ ആപ്പിൾ. മാംഗോ 3 മാംഗോ സ്റ്റിക്ക് മതിയല്ലോ. എത്ര ചേച്ചി? 105. ഇഷ്ടപ്പെട്ട ഐസ്ക്രീം?
നല്ല മധുരമുണ്ട്. നാളെ തൊണ്ടവേദനാന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ചൂടുവെള്ളം കുടിപ്പിച്ചാൽ മതി. ചെറിയൊരു ക്യാൻറ്റീൻ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റി ആവും. നമുക്കിവിടെ ഊണ് കഴിഞ്ഞ് പോയി, അതിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം നമുക്കിനിപ്പോൾ ഊണ് വെളിയിൽ ചെന്നിട്ട് കഴിക്കാം. ഇവിടെ കാർഡ് വരെ എടുക്കും. അത്യാവശ്യം കാർഡ് മീൻസ് കാർഡ് പേയ്മെൻറ്റ് വരെ ഇവിടെ എടുക്കും. അപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഐസ്ക്രീമും വെള്ളമാണ് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ്. നമുക്ക് പോകുന്ന കഴിക്കുക എവിടെ നിന്നെങ്കിലും കഴിക്കാം അല്ലേ. നമ്മൾ ഇറങ്ങിയപ്പോൾ മഴയെല്ലാം പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ താഴെ പോയിട്ട് ബോട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ബോട്ടിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം ബാക്കി ആനകൾ കാണാനുള്ളതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് ബോട്ടിങ്ങിൻ്റെ റേറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. ടിക്കറ്റ് ഇവിടെയാണ്. അപ്പോൾ ഓൾറെഡി എല്ലാം ബുക്കിംഗ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. കുട്ടവഞ്ചിയും ചങ്ങാടവും മഴ നോക്കിയിട്ട് കൊടുക്കും. പെടലാണെങ്കിൽ ഇപ്പം പോയിട്ട് വന്നതിന് ശേഷം എല്ലാം ബുക്കിംഗ് അടുത്തിനി വന്നാലേ ഉള്ളൂ. പെടല് 2 സീറ്റ് 100, 4 പേര് പോണത് 200. 2 സീറ്റ്. ഇപ്പം എല്ലാ ബോട്ടും ഫിൽഡാണ്. അപ്പം ഏകദേശം എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പം നമ്മളടുത്തും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെന്തായാലും പെഡൽ ബോട്ടേ എടുക്കുള്ളൂ. പെഡൽ ബോട്ടാകുമ്പോൾ ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, നമുക്ക് ചവിട്ടി ചവിട്ടി. ഓ, അവിടെയൊക്കെ നന്നായിട്ട് മഴ പെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഇതിലെത്രത്തോളം കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ആ ഭാഗത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതിങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഡിലേ ആവും. ഈ മഴ സമയത്ത് ഇവിടുത്തെ ഈ കുട്ടവഞ്ചി കൊടുക്കത്തില്ല. കാരണം ഏത് സമയവും നല്ല അതിശക്തമായിട്ടുള്ള മഴ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് കൊടുക്കത്തില്ല. ബാക്കി പെഡൽ ബോട്ടെല്ലാം അവർ കൊടുക്കും. ശക്തമായിട്ടുള്ള മഴയാണ് ഗൈസ്. നമ്മളിതാ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിൽ വന്നിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ മഴ ഇവിടെ തീർന്നിട്ടുണ്ട്. പക്ഷേ മഴ ഫുള്ളായിട്ട് അങ്ങ് മാറിയിട്ടില്ല. നമുക്ക് നോക്കി നോക്കാം, പെഡൽ ബോട്ടെങ്കിലും കിട്ടും. എന്തായാലും കുട്ടവഞ്ചി എന്തായാലും തരൂല അവര്. നമുക്ക് ഈ പെഡൽ ബോട്ടെങ്കിലും കിട്ടുമെങ്കിൽ നമുക്ക് പെഡൽ ബോട്ടിൽ കയറിയിട്ട് പോകാം. എന്തായാലും ഇതുവരെ വന്നതല്ലേ. നമ്മളങ്ങനെ ഇമ്മൂനെ കൊണ്ട് ചേച്ചിയുടെ മനസ്സലിയിപ്പിച്ചിട്ട് ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇമ്മുമാണ് ടിക്കറ്റ് സെറ്റാക്കി അല്ലേ ഇമ്മു? താങ്ക് യു ഇമ്മു. നമ്മൾ കയറുമ്പോൾ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഇല്ലല്ല, ആ പുള്ളി വരുമെന്നാണ് പറഞ്ഞത്. ഈ ജാക്കറ്റ് എടുത്ത് തന്നു. ജാക്കറ്റ് എടുത്തിട്ടിട്ട് ഇവിടെ വെയിറ്റ്. ചെറുക്കല്ലേ ചെറുക്കല്ലേ, അമ്മയ്ക്ക് പേടിയാണ് അമ്മ ഇവിടെ. നമ്മളവസാനം കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിൻ്റെ മണ്ടയിൽ കൂടെ കോട പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസോൾ വരുന്നത്. ഇത് റൈറ്റ്, ഇപ്പുറം ലെഫ്റ്റ്. പിന്നെ നമ്മൾ
ഞാനേ വേണ്ടി ഇത് ചവിട്ടണം. റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് ചവിട്ടണം. അത്രയാണ്. ഇല്ല എന്ത് നേരെ പോകുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം. 100 രൂപയ്ക്ക് ഇത് നല്ല വർത്താണ്. 2 പേർക്കും ഓ 2 പേർക്കും കൂടെ ഒരു ബോട്ടിന്റെ വിലയാണ്. ആ കൊടൈക്കനാലില് കത്തി പോകത്തില്ല. സൂപ്പർ അല്ലേ? നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഇവിടെ വരാൻ എന്താ ഇത്ര ലേറ്റായെന്ന്. കേടിലും സ്ഥലം അതൊരു മഴയും കൂടെ പെയ്തിട്ട് അതിന്റെ ഒരു ആംബിയൻസും കൂടെയാണ്. ആഹാ എങ്ങനെയുണ്ട് ഇന്ന്? സൂപ്പറുണ്ട്. സൂപ്പർ. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമാണ്. ഇത് റൈറ്റിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് പോകും, ലെഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോകും. വേണ്ട വേണ്ട, ഇതാണ് ചെറിയ ബുദ്ധിശാലി. ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ആ വെള്ളത്തിന്റെ മേളിൽ കൂടെ കോട പോകുന്നുണ്ടോ? ഇതില് വിഷ്വലിൽ കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നണില്ല. അത് അവരല്ലേ ഇത് നമ്മള് സ്വന്തമായിട്ട് തോന്നുന്നുണ്ടാണ് അതുകൊണ്ട് ഈ റിബൺ ഇട്ടിരിക്കുന്നുണ്ട് അവിടം വരെ ആക്കിയത്. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കയറിയിട്ടുണ്ട്. ഏകദേശം 30 മിനിറ്റിനാണ് 100 രൂപ. അത് നല്ല വർത്താണ്. ഞാൻ ഇതുവരെ വേറെ സ്ഥലത്തൊന്നും ഇത്രയും റേറ്റ് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. കൊടൈക്കനാലിലൊക്കെ കത്തി റേറ്റാണ്, അടുക്കാൻ പറ്റൂല. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം സൂപ്പറാണ്. നമ്മൾ ഇത്രയും നേരം നിന്നതിനുള്ള ഒരു റിസൾട്ട് കിട്ടി. പിന്നെ കൊടൈക്കനാൽ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റൂല, ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് കൊടൈക്കനാൽ. അപ്പം അതുകൊണ്ട് അത്രയും കമ്പയർ ചെയ്യാൻ പറ്റൂല. ഇവിടെ ആൾക്കാർ കുറച്ചല്ലേ വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അവർ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ അവർ 30 മിനിറ്റ് ഇങ്ങനെ ക്ലോക്ക് നോക്കിയിരിക്കുന്നൊന്നുമില്ല. നമുക്ക് 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 40-45 മിനിറ്റൊക്കെ പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം മാക്സിമം അത്രയും ടൈം എടുക്കാതെ കൊണ്ട് കൊടുക്കുന്നത് നമ്മൾ മാന്യത. എന്നാലും അവരൊന്നും പറയുന്നൊന്നുമില്ല. പിന്നെ പെഡൽ ബോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അധ്വാനിക്കേണ്ടി വരും. മറ്റേ കുട്ടവഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഇവരിൽ ഒരാൾ നമ്മുടെ കൂടെ വന്ന് അവർ തന്നെ തുഴഞ്ഞോളും. ഇത് നമ്മൾ തന്നെ ചവിട്ടേണ്ടി വരും. അപ്പം അത്യാവശ്യം കൂടുതൽ നമ്മൾ അധ്വാനിക്കേണ്ടി വരും. എങ്ങനെ ഉണ്ടായിരുന്നു ബോട്ട്? പോയി. അപ്പം നമ്മൾ വീണ്ടും ക്യാൻറ്റീനിലെത്തിയിട്ട് ചെയ്യണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ, പരിപ്പ് വട, ബിരിയാണി കേക്ക്, പിന്നെ ഞാനും ഉണ്ട്. ഇതാണ് ഇനി അടുത്ത ഫുഡ്. പക്ഷെ അധികം വിശക്കൊന്നുമല്ലേ, ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ വലിയ വിശപ്പില്ല. ഇപ്പം ചുട്ട ചോറ് ഇപ്പം എടുത്തോളാണ് നന്നായിട്ട് വരെ കൊടുക്കുക. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വന്നിട്ട് കാണാം. അപ്പം നമ്മൾ ചായ കുടിച്ചിറങ്ങി. 3 ചായ 3 വട എല്ലാം കൂടെ 60 രൂപ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാറിൽ കയറിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. അതാണ് ഇനിയുള്ള പരിപാടി. ഓക്കെ, ഇനി എവിടെ പോകണം? വീട്ടിൽ പോവാം. അത് മെയിനായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ടാണ്. ദോശ കഴിച്ചു, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. ഐസ്ക്രീം മാത്രമല്ലേ കഴിച്ചുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒരു ഹോട്ടൽ തപ്പിപ്പിടിക്കാം. അതാണ് ഇനി അടുത്ത പരിപാടി. തിരികെ നമ്മൾ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എക്കോ ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോവാം, വാങ്ങാം. എന്തെങ്കിലും നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ തിരിച്ചു പോവാം.
വാനില ടീ, തുളസി ടീ. അല്ല, താഴത്തെയാണ് വാനില ടീ കേട്ടോ. ഇത് വാനില ടീ. നമ്മളിപ്പോൾ ഈ സാധനം എടുത്തിട്ടുണ്ട്, പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ്. അങ്ങനെയാണോ? വേണ്ട, അവിടെ വെച്ചേരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടേജസിൻ്റെ കാര്യം നമ്മൾ തിരക്കിയായിരുന്നു. 1900, പിന്നെ വീക്കെൻഡ്സിലാണെന്നുണ്ടെങ്കിൽ 2500 ഞാൻ ഇവിടുത്തെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അതിന് ശേഷം കാണാം. അങ്ങനെ നമ്മൾ കട തപ്പി അവസാനം നമ്മൾ കിള്ളിപ്പാലം എത്തിയിരിക്കുകയാണ്, കുമാർ കഫേയില്. വേറെ കടകളൊന്നുമില്ല അങ്ങോട്ടെല്ലാം. റൂറൽ ഏരിയ ആയതുകൊണ്ടെന്ന് ഞായറാഴ്ചയല്ലേ, ഒരിടത്തും കട തുറന്നിട്ടില്ല. പിന്നെ ചെറിയ കടകളൊക്കെ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് വണ്ടി ചവിട്ടി ഇറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ നേരെ ഇവിടെ വന്നു. ഇനി ഇവിടെ നിന്ന് കയറി എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കഴിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി വന്നിട്ട് ഇനി കാണിച്ചു തരാം. ഇവിടുത്തെ ഫുഡിൻ്റെ ഫാൻസാണ് നമ്മൾ. ഭയങ്കര കിടിലം ഫുഡല്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഫാമിലിക്ക് വരാൻ പറ്റിയൊരു റെസ്റ്റോറൻ്റാണ്. പിന്നെ ഏകദേശം 3 മണി വരെ എന്തോ ഉണ്ട് ഇവിടെ കട വെളുപ്പിന്. അതുകൊണ്ട് നമ്മൾ മിക്കവാറും ഇവിടെ തന്നെയാണ് വരാറ്. നമുക്ക് ബിരിയാണി എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിച്ച് തുടങ്ങാം. സത്യം പറഞ്ഞാൽ വിശന്നിട്ടിരിക്കാൻ വയ്യ. രാവിലെ കഴിച്ചതാണല്ലേ. എൻ്റെ ഇടയിൽ നമ്മൾ ഐസ്ക്രീമും പരിപ്പോടെ. കണ്ടു കഴിഞ്ഞാൽ നെയ്ച്ചോറും ചിക്കൻ കറിയായിട്ടൊക്കെ തോന്നും, പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് ഗൈസ്. എടുത്ത് വെക്കണം. ചിക്കൻ എടുത്ത് വെച്ച് അടിപൊളി. സൂപ്പറാണ്. കഴിച്ചിട്ട് വന്നിട്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി തുടരെ ഇപ്പം നമ്മൾ കൺസിസ്റ്റൻസി ഇത്തിരി കൂട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ ആഴ്ചയിൽ 2 വീഡിയോ 3 വീഡിയോ ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നും വേണം. അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.